Okay, next chapter, factors affecting teaching. There are so many factors affecting teaching. Personal factor, intellectual factor, personal factor, intellectual factor, psychological factor, communication skills, pedagogic inputs, technological inputs. These are the major factors affecting the teachers. Similarly, micro-teaching. Micro-teaching, teachers-ന് വേണ്ട, there are a group of core skills. Core skills means 8 skills are identified as core skills. ടീച്ചേഴ്സിന് പലവിധ വൈദഗ്ധ്യം വേണമല്ലോ. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ടീച്ചേഴ്സിന് വേണ്ട 8 സ്കില്ലുകളുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് ഞാനൊന്ന് പറയാം. കോർ സ്കില്ലുകളാണ്. മൈക്രോ ടീച്ചിങ് കോർ സ്കില്ലുകളാണ് പറയുന്നത്. മൈക്രോ ടീച്ചിങ് എന്താണെന്ന് പറയാം. ആദ്യം ഈ കോർ സ്കില്ലുകൾ ഒന്ന് എഴുതുക. ഇൻട്രൊഡ്യൂസിങ് ദി ലെസൺ. ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള കഴിവ് വേണം അധ്യാപകൻ. ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള കഴിവ്. ഇൻട്രൊഡ്യൂസിങ് ദി ലെസൺ. എക്സ്പ്ലൈനിങ്, ആ വിഷയം വിശദീകരിക്കാനുള്ള കഴിവ്. എക്സ്പ്ലൈനിങ്. 3, ഇല്ലസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ. ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ഇല്ലസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ. ദെൻ ഫ്ലുവൻസി ഇൻ ആസ്കിംഗ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അപ്പോഴ് ചോദ്യങ്ങൾ ചോദിക്കണം. ഫ്ലുവൻസി ഇൻ ആസ്കിംഗ് ക്വസ്റ്റ്യൻ. പ്രോബിംഗ് ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയില്ലെങ്കിൽ ആൻസർ കിട്ടാൻ പറ്റിയ തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്ത് ചോദിക്കാൻ കഴിയണം. അതാണ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്. യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ്. യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ്. റീഎൻഫോഴ്സ്മെന്റ്, പ്രബലനം. പഠിപ്പിച്ച കാര്യം പ്രബലനം ചെയ്യുക. റീഎൻഫോഴ്സ്മെന്റ്, പ്രബലനം. Then 8th skill is stimulus variation. Stimulus variation. Stimulus variation എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെവിയിലോട്ട് മാത്രം കാര്യങ്ങൾ ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കുറേ നേരം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ചെവിയുടെ ഷട്ടർ നിങ്ങൾ അങ്ങിടും. അതുപോരാ, നിങ്ങളുടെ കണ്ണിലേക്കും സെൻസ് ഓർഗൻസിലേക്കെല്ലാം കാര്യങ്ങൾ പകർന്നു നൽകാൻ കഴിയുമ്പോഴാണ് അധ്യാപകനാകുന്നത് എന്ന് ചുരുക്കം. അതാണ് സ്റ്റിമുലസ് വേരിയേഷൻ. ദീസ് ആർ ദി 8 കോർ സ്കിൽ. ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന പദ്ധതിക്കാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. മൈക്രോ ടീച്ചിങ്. Then another factor affecting teaching is known as TPAC. മൈക്രോ ടീച്ചിങ് കൂടാതെ TPAC. TPAC means technological, pedagogical and content knowledge. Technological, pedagogical and content knowledge. Technological, pedagogical and content knowledge. വളരെ കാലം, ഒരുപാട് നൂറ്റാണ്ടുകളോളം നമ്മുടെ ധാരണ കണ്ടന്റ് അറിയാവുന്ന ഏതൊരാൾക്കും അധ്യാപകനാകാം എന്നായിരുന്നു. കണ്ടന്റ് അറിയാവുന്ന ഏതൊരാൾക്കും അധ്യാപകനാകാം എന്നായിരുന്നു നമ്മുടെ ധാരണ. ഇപ്പൊ സംസ്കൃതം അറിയാം, നമുക്ക് നല്ല സംസ്കൃത അധ്യാപകനാകാമെന്നായിരുന്നു ധാരണ. ഇന്ന് ആ ധാരണ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സബ്ജക്റ്റ് അറിഞ്ഞുകൊണ്ട് മാത്രം അധ്യാപകനാകാൻ കഴിയില്ല. അതിൻ്റെ പെഡഗോഗിക്കൽ. പെഡഗോഗ് എന്ന് പറഞ്ഞാൽ, പെഡഗോഗ് മീൻസ്
teacher. Pedagogy means education. Pedagogic ആയിട്ടുള്ള അവയർനെസ് വേണം. How we can transact this content to the students. സ്വന്തം കയ്യിലുള്ള കാര്യം ഫലപ്രദമായിട്ട് കുട്ടികളുടെ മനസ്സിൽ മസ്തിഷ്കത്തിൽ എത്തിക്കാനുള്ള വൈദഗ്ധ്യം, whether lecture methods or project methods or discussion or dramatization, what will be the method or technique that you resort to transact the content to the students. നമ്മൾ വിഭവസമൃദ്ധമായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ അത് വിളമ്പി കൊടുക്കാനുള്ള വൈദഗ്ധ്യം അറിഞ്ഞില്ലെങ്കിൽ അധ്യാപകനാവൂ. അപ്പം കണ്ടന്റ് അറിഞ്ഞാൽ മാത്രം പോരാ, എന്ത് വേണം? പെഡഗോഗിക് അനാലിസിസും കൂടെ അറിയണം. പെഡഗോഗിക് വിദ്യാഭ്യാസ പശ്ചാത്തലം വേണം. ട്രാൻസാക്ട് ചെയ്യാനുള്ള, പഠിപ്പിക്കാനുള്ള കഴിവുണ്ടാകണമെന്ന് ചുരുക്കം. അതും മാത്രം പോരാ, ടെക്നോളജിക്കൽ നോളജ് വേണം. ഇന്ന് ടെക്നോളജി അറിഞ്ഞുകൂടാത്ത ആള് അധ്യാപകനാകാൻ കഴിയില്ല. പഠിപ്പിച്ചിട്ട് നിങ്ങൾ കുട്ടികളോട് പറയുക, യു മേ നോട്ട് ഡൗൺ ദി അസൈൻമെന്റ് റിലേറ്റഡ് ടു ദിസ് ലെസൺ. ഇഫ് യു ആർ ആസ്കിംഗ് യുവർ സ്റ്റുഡൻസ് ടു നോട്ട് ഡൗൺ ദി അസൈൻമെന്റ് ഓർ പ്രോജക്റ്റ് വർക്ക്, കുട്ടികൾ എന്താ പറയുന്നതെന്നറിയാമോ? ടീച്ചറെ അതൊക്കെ എൻ്റെ മെയിലിൽ അങ്ങ് പോസ്റ്റ് ചെയ്തേരെ. അധ്യാപകന് മെയിലും ഇമെയിലും ഒന്നും അറിഞ്ഞുകൂടാങ്കിൽ പഠിപ്പിക്കാൻ കഴിയില്ല. മനസ്സിലായല്ലോ? ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കാൻ കഴിയില്ല. കുട്ടികൾ ലാപ്ടോപ്പും ടാബും മൊബൈലും ഒക്കെ നോക്കി ആധുനികമായിട്ടുള്ള നോളജുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പം നിങ്ങൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സംസ്കൃതം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവർ എറിഞ്ഞു ഓടിക്കും. അപ്പോൾ അത് മാത്രം പോരാ. അപ്പോൾ ഈ കണ്ടന്റ് നോളജ് മാത്രം പോരാ, പെഡഗോഗിക് നോളജ് വേണം. വാട്ട് ഷുഡ് ബി യുവർ മെത്തേഡ്സ്? പെഡഗോഗിക് നോളജ് മാത്രം പോരാ, ടെക്നോളജിക്കൽ ഇൻപുട്ട് നിങ്ങൾക്കുണ്ടാകണം. വെദർ യു ആർ അഡോപ്റ്റിംഗ് പ്രൊജക്ടർ ഓർ നെറ്റ് ഓർ എ വെബ്സൈറ്റ് ഓർ ടാബ് ഓർ കമ്പ്യൂട്ടർ, what should be the support system that you are using to transact the knowledge effectively? ഈ മൂന്നറിവും, കണ്ടന്റിൻ്റെ നോളജ് വേണം, പെഡഗോഗിക് നോളജ് വേണം, ടെക്നോളജിക്കൽ നോളജ് വേണം. ഇതിന് എല്ലാം കൂടെ പറയുന്ന പേരാണ് TPAC, ടെക്നോളജിക്കൽ, പെഡഗോഗിക്കൽ ആൻഡ് കണ്ടന്റ് നോളജ്. ഇതെല്ലാം ഉള്ള ആളിന് മാത്രമേ നല്ല ഒരു അധ്യാപകനാകാൻ കഴിയൂ എന്ന് ചുരുക്കം. അടുത്ത ചാപ്റ്റർ, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. There are different types of methods. One, lecture methods, discussion methods, descriptive methods, project methods, problem solving methods, Dalton plan, inductive deductive methods, analytical and synthetic methods, demonstration methods, lecture cum demonstration methods, source methods,
heuristic methods. These are the major methods of teaching. These are the major methods of teaching. In addition to this method, there are some maxims of teaching. Maxims of teaching. Maxims of teaching or teaching principles. First one is known to unknown, simple to complex, easy to difficult, concrete to abstract, concrete to abstract, analysis to synthesis, particular to general, particular to general, empirical to rational, induction to deduction, psychological to logical, actual to representative, actual to representative, near to far, whole to parts, whole, W-H-O-L-E, whole to parts, P-A-R-T-S. 13 definite to indefinite, definite to indefinite. Then 14 seen to unseen, seen to unseen. These are the principles of learning. പഠനത്തിൻ്റെ തത്വം, പഠനത്തിൽ നമ്മൾ പാലിക്കേണ്ട സമീപനം. Okay, next there are some techniques. There are online technique and online technique, offline and online techniques. The famous one are Swayam. Swayam means Swayam, S-W-A-Y-A-M, Swayam. Swayam means study webs. Study webs of active learning. Study webs for active learning for young aspiring minds. For young aspiring minds. Then second one is Swayam Prabha, is the latest offline study modes. It is a direct home service inaugurated by the then President of India, Pranav Mukherjee. Direct to home service. വീട്ടിലെത്തിക്കും കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന പോലെ റെക്കോർഡ് ചെയ്യുന്ന കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്കും അത് ഉപയോഗപ്പെടുത്താം. അതാണ് ഡയറക്റ്റ് ഹോം സർവീസ്. ഇനാഗുറേറ്റഡ് ബൈ Swayam Prabha, inaugurated by the then President of India, Pranav Mukherjee, on 9th July 2017.
9th July 2017. Then MOOCs, MOOCs, MOOCs. MOOCs means massive. MOOCs means massive open online courses. Massive open online courses is known as, in short it is known as MOOCs. Next chapter is teaching support system. Teaching support system, chapter 5. Teaching support system. Teaching support system is known as teaching aids or audiovisual aids. Audiovisual aids or teaching aids is known as teaching support system. It can broadly classified into three. Projective aids, non-projective aids, and activity aids. What are the major projective aids? What are the major projective aids? OHP. OHP means overhead projector. OHP means overhead projector. Slide projector. Film projector. LCD projector. LCD means liquid crystal display. LCD projector. These are the major projected aids. What are the major non-projected aids? Major non-projected aids are graphic aids, display boards, three-dimensional aids, and audio aids. These are the non-projected aids. Then third one is activity aids. Major activity aids are study tour, field trip, dramatization, exhibition, planetarium, aquarium, vivarium and terrarium are the major activity aids. Aquarium means fish വളർത്തുന്ന aquarium. Vivarium means വണ്ട്, പാറ്റ, ചിത്രശലഭം ഇതിനെയൊക്കെ വളർത്തുന്നതാണ്. Terrarium means ഗ്രൗണ്ടിൽ എർത്ത് തുടങ്ങിയ അതിനെയൊക്കെ റെയറിങ്ങിനാണ് ടെറേറിയം ഉപയോഗിക്കുന്നത്. Then next chapter is evaluation systems.
ഇവാലുവേഷൻ സിസ്റ്റത്തെ പറ്റി പഠിക്കണമെങ്കിൽ തന്നെ ഇതുപോലൊരു 3 മണിക്കൂറെങ്കിലും വേണം. നമുക്കൊരു 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് അതിന്റെ ഹെഡ് എല്ലാം ഞാൻ പറയാം. 1, കോൺസെപ്റ്റ് ഓഫ് മെഷർമെന്റ് ആൻഡ് ഇവാലുവേഷൻ. കൂട്ടത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ, BEd ഹോൾഡേഴ്സ് എത്ര പേരുണ്ട്? BEd ഉള്ളവരാണ്. BEd ഇല്ലാത്തവര് എഡ്യൂക്കേഷന്റെ സൈക്കോളജി, എഡ്യൂക്കേഷൻ ഫിലോസഫി, എഡ്യൂക്കേഷൻ ടെക്നോളജി, ഈ 3 പുസ്തകങ്ങൾ വാങ്ങി വായിക്കണം. അതിനകത്തുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ പഠിപ്പിച്ചതല്ല. മനസ്സിലായല്ലോ? എഡ്യൂക്കേഷൻ ഫിലോസഫി, എഡ്യൂക്കേഷൻ സൈക്കോളജി, എഡ്യൂക്കേഷൻ ടെക്നോളജി. ഈ അസസ്മെന്റ് ഫോർ ലേണിംഗ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്, എഡ്യൂക്കേഷൻ ടെക്നോളജിക്കകത്ത് വരുന്നതാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ BEd ഇല്ലാത്തവർ ഈ 3 പുസ്തകങ്ങൾ വാങ്ങി വായിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയട്ടെ, ഈ നെറ്റ് എക്സാമിനേഷൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ വൈതരണിയുള്ളതൊന്നുമല്ല. പക്ഷെ നമുക്കൊരാഗ്രഹം വേണം. ഞാനൊക്കെ നെറ്റ് JRF നേടുന്ന കാലത്ത് ഇതുപോലെ പരീക്ഷയൊന്നുമില്ല. നമ്മൾ എന്താണ് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതി അങ്ങ് കൊടുത്താൽ മതി. UGC ഒരു ടീം അത് പഠിക്കും, നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യും, നമുക്ക് JRF അനുവദിക്കും. 1977 ഞാൻ JRF നേടിയത്. അന്ന് 700 രൂപയായിരുന്നു സ്കോളർഷിപ്പ്. ഇന്ന് 30,000 രൂപയാണ് സ്കോളർഷിപ്പ്. മനസ്സിലായല്ലോ? 30,000 rupees സ്കോളർഷിപ്പ്. ഞാൻ 1982 PhD നേടി ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD. അന്ന് നിങ്ങളുടെ പാസ്പോർട്ടിലൊന്നും വിസ അടിച്ചിട്ടുണ്ടാവത്തില്ല ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. മാത്രമല്ല, ലാസ്റ്റ് വെനസ്ഡേ നമ്മുടെ MHRD മിനിസ്റ്റർ പ്രകാശ് ജാവദേക്കർ പറഞ്ഞിരിക്കുന്നു, 2021 PhD ഉള്ളവരെ മാത്രമേ ഹയർ എഡ്യൂക്കേഷൻ നിലനിർത്തൂ. അപ്പോൾ നിങ്ങളുടെ ഈ നെറ്റ് എക്സാമിനേഷൻ ഒപ്പം ഒന്ന് നന്നായിട്ട് തയ്യാറായാൽ JRF തന്നെ കിട്ടും. JRF ഒന്നും അത്ര വലിയ പാടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വേണം എന്നൊരു മോഹം ജനിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കേട്ട് പതിഞ്ഞ 2 വാക്കുകളുണ്ടല്ലോ, വിഷൻ ആൻഡ് മിഷൻ. ഒരു വിഷൻ വേണം, ഒരു വിഷൻ നമുക്ക് വേണം. മനസ്സിലായല്ലോ? അതുണ്ടെങ്കിലേ ഏറ്റവും പ്രധാന കാര്യം അതാ, ഒരു വിഷൻ ഉണ്ടാകും. ഇത് നേടണമെന്നൊരു ആഗ്രഹം ജനിക്കുക എന്നുള്ളതാണ്. ആഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം വാക്കിൻ്റെ അർത്ഥം യജ്ഞം എന്നാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞാനിർഭരമായിട്ടുള്ള പ്രവർത്തനം. പക്ഷെ ഞാൻ 10-25 കൊല്ലമായിട്ട് ഇതിന് ഈ നെറ്റ് കോച്ചിങ്ങിന് ഈ യൂണിവേഴ്സിറ്റി ക്ലാസ് എടുക്കുന്നുണ്ട്. 25 വർഷം, 1993 തൊട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഈ വിഷയമല്ല. അന്ന് മാത്തമാറ്റിക്കൽ റീസണിങ്ങും ലോജിക്കൽ റീസണിങ്ങും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് പണ്ടൊക്കെ എടുത്തിരുന്നത്. ഇതൊക്കെ കണ്ടുവരുന്ന ഒരു മനോഭാവം, കുട്ടികളുടെ മനോഭാവം, ആദ്യം ഒന്ന് പരീക്ഷണാർത്ഥം എഴുതും. വെറും പരീക്ഷണാർത്ഥം ഒന്ന് എഴുതി നോക്കാവുന്നുള്ള. പിന്നൊന്ന് കാര്യമായിട്ട് എഴുതും. ചിലരുണ്ടല്ലോ ഈ നദി നീന്തി കിടക്കാൻ പോകുന്ന പോലുള്ള ഒരു ശ്രമമായിരുന്നു കേട്ടോ. ചിലർ പകുതി വരെ നീന്തിയിട്ടും ആത്മവിശ്വാസം ഇല്ലാതെ തിരിച്ചു പോരും. 50% വരെ നീന്തുന്നവരും ആത്മവിശ്വാസം ഇല്ലാതെ നീന്തിയ കരയിലേക്ക് തന്നെ വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ പ്രാവശ്യം ആയിട്ട് ഇതെടുത്താൽ നമുക്ക് നല്ലൊരു വിഷനും വേണം. ആ വിഷൻ ഉണ്ടായാൽ മാത്രം പോരാ, വിഷനും കൊണ്ട് കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. നല്ല ഒരു മിഷൻ. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എഡ്യൂക്കേഷണൽ ഫിലോസഫി പഠിക്കണം, എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കണം, എഡ്യൂക്കേഷൻ ടെക്നോളജി പഠിക്കണം. ഇത് വലുതായിട്ടൊന്നും പഠിക്കണ്ട, BEd ലെവലിൽ പഠിക്കും. ഇത് പഠിച്ചിട്ടില്ലാത്ത BEd ഇല്ലാത്തവർ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് BEd ഉള്ളവർ നോക്കണ്ടെന്ന് അർത്ഥമില്ല കേട്ടോ.
നിങ്ങൾ പഠിച്ച പുസ്തകമൊക്കെ തൂക്കി വിറ്റില്ലെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതാണ്, നെറ്റ് കിട്ടാൻ. ഈ 3 പേപ്പറിനകത്തുള്ള BEd ലെവലിൽ പഠിക്കാനുള്ള 3 പേപ്പറിനകത്തുള്ള കാര്യങ്ങളാണ് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഇവാലുവേഷൻ, അതിൻ്റെ എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇവാലുവേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. കോൺസെപ്റ്റ് ഓഫ് മെഷർമെന്റ് ആൻഡ് ഇവാലുവേഷൻ. കോൺസെപ്റ്റ് ഓഫ് മെഷർമെന്റ് ആൻഡ് ഇവാലുവേഷൻ. രണ്ട്, ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻ ആൻഡ് ട്രയാങ്കിൾ ഓഫ് ഇവാലുവേഷൻ. ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻ ആൻഡ് ദി ട്രയാങ്കിൾ ഓഫ് ഇവാലുവേഷൻ. 3, ഫങ്ഷൻസ് ഓഫ് ഇവാലുവേഷൻ. 4, ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ. ടൈപ്സ് ഓഫ് ഇവാലുവേഷനിൽ പഠിക്കേണ്ടത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. 5, അസസ്മെന്റ്സ്. അസസ്മെന്റിൽ പഠിക്കേണ്ട അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആൻഡ് അസസ്മെന്റ് ആസ് ലേണിംഗ്. 3 കാര്യങ്ങൾ: അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്. Then tools and techniques. Tools and techniques. Qualities of a good tool. 7ാമത്, qualities of a good tool. 8, achievement test, diagnostic test, and prognostic test. Prognostic test. Prognostic test. Achievement test, diagnostic test and prognostic test. 9, type of test items. Type of test items. ടെസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്നർത്ഥം. ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ എന്നും കൂടെ എഴുതിക്കൊള്ളുക. ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്നർത്ഥം. 10, ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് ആൻഡ് നോം റെഫറൻസ് ടെസ്റ്റ്. ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് ആൻഡ് നോം റെഫറൻസ് ടെസ്റ്റ്. 11, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. 12, മാർക്കിംഗ് സിസ്റ്റം ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം. മാർക്കിംഗ് സിസ്റ്റം ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം. 13, ഇന്റേണൽ അസസ്മെന്റ്. ഇത് ഇത്രയും പഠിക്കാനായിട്ട് ഒരു പുസ്തകത്തിന്റെ പേരും കൂടെ പറഞ്ഞുതരാം. അസസ്മെന്റ് ഓഫ് ലേണിംഗ്. പുസ്തകത്തിന്റെ പേരാണ് കേട്ടോ. BEdന് പഠിക്കാനുള്ള ഒരു പുസ്തകത്തിന്റെ പേരാണ്. അതിനകത്തുള്ള കാര്യങ്ങളാണ് ഈ 13 കാര്യങ്ങൾ. ഇതിനകത്തുനിന്ന് നിരവധി ചോദ്യങ്ങൾ വരും. ഞാൻ നേരത്തെ തുടങ്ങിയുള്ള പറഞ്ഞ പോലെ പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ഇൻസൈറ്റ് തരുവാൻ മാത്രമേ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഓരോ വിഷയവും ഇതൊക്കെ ഈ അസസ്മെന്റിനെ പറ്റി പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം വേണം. അതുകൊണ്ട് അത്തരമുള്ള സമയമില്ലാത്തതുകൊണ്ട് പഠിക്കേണ്ട ഏരിയയെ പറ്റിയാണ് പ്രധാനമായിട്ട് പറഞ്ഞ ഇന്ന ഏരിയയാണ് പഠിക്കേണ്ടത്. അതിനെപ്പറ്റി മാത്രം ജസ്റ്റ് ഐ വാസ് ഇൻട്രൊഡ്യൂസിങ് ദി ടോപ്പിക്.